കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നൊക്കെയുള്ള ഭാഗങ്ങളിലെ അനുച്ഛേദം, ആർട്ടിക്കിൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചിലരെങ്കിലും അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഈ ഒരു ഭാഗം ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ വരുന്ന സമയത്ത് പാർലമെൻറ്റ്, രാജ്യസഭ, ലോകസഭ, നിയമസഭ ഈ ഒരു ഭാഗങ്ങളൊക്കെ ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടഫായതുകൊണ്ടോ ഒക്കെ മാറ്റി വയ്ക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഞാനിതിൽ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാർലമെൻറ്റ് അല്ലേ, നിയമനിർമ്മാണ സഭ. ഇപ്പോൾ രാജ്യത്തിന് പാർലമെൻറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ സംസ്ഥാനത്ത് വർത്തിക്കുന്ന ഒന്നാണ് എന്ത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലേ, സംസ്ഥാന നിയമസഭകൾ അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് പാർലമെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന ഓരോ അനുച്ഛേദങ്ങളും, ഇപ്പോൾ പാർലമെൻറ്റിൽ ഏത് അനുച്ഛേദം പഠിക്കുകയാണെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ട് എന്ത് കാര്യമാണോ പഠിക്കുന്നത് ആ അനുച്ഛേദത്തിൻ്റെ കൂടെ 89 എന്ന ഒരു നമ്പർ ചേർക്കുകയാണെങ്കിൽ, ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ കാര്യം തന്നെ സംസ്ഥാന നിയമസഭയിൽ എന്താണോ പറയുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ പാർലമെൻറ്റിൻ്റെ രൂപീകരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. പാർലമെൻറ്റിൻ്റെ രൂപീകരണം 79 എന്നൊരു അനുച്ഛേദത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പാർലമെൻറ്റിൻ്റെ രൂപീകരണം 79 എന്ന അനുച്ഛേദത്തിൻ്റെ കൂടെ 89 എന്നൊരു നമ്പർ കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് കിട്ടുക 168 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അത് സംസ്ഥാന നിയമസഭകളുടെ രൂപീകരണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് കേട്ടോ. നിയമസഭകളുടെ രൂപീകരണമാണ് പറയുന്നത് 168. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എന്ത് പാർലമെൻറ്റിൽ നിങ്ങൾ അനുച്ഛേദത്തിൽ പഠിക്കുന്നോ ആ കാര്യത്തിൻ്റെ കൂടെ 89 എന്നൊരു നമ്പർ, ഇപ്പോൾ പറയുന്ന കാര്യത്തിലാണ് 89 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നിയമസഭയിൽ അതേ കാര്യങ്ങൾ തന്നെ നിയമസഭയിലുള്ളത് കിട്ടും. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയായി അല്ലേ. ഒരു ഭാഗത്തുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. ആ പഠിച്ച കാര്യങ്ങൾ തന്നെ അതിൻ്റെ കൂടെ 89 കിട്ടിയാൽ അത് സംസ്ഥാന നിയമസഭയിലുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ആ ഒരു ഭാഗത്തുള്ളത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് അനുച്ഛേദങ്ങൾ ഉള്ളതുകൊണ്ട് അത് നമുക്ക് പഠിച്ചെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ആ അനുച്ഛേദത്തിൻ്റെ നമ്പറും ആ കാര്യമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടേ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം അത് പഠിക്കാനായിട്ട്. ഇപ്പോൾ നോക്കുകയാണ്. ഒന്നാമത്തെ നിങ്ങളിങ്ങനെ പഠിക്കുക കേട്ടോ. 79ൻ്റെ കൂടെ 89 കൂട്ടിയാൽ 168. അപ്പോൾ 79 രൂപീകരണമാണ് പാർലമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ രൂപീകരണം 168. അടുത്തത് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വേണം കേട്ടോ. കാരണം അതായത് പ്രസിഡന്റിൻ്റെ ഭാഗം 52, ആ ഒരു ഭാഗത്ത് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 63 വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നുണ്ട്. 74, 75 പ്രൈം മിനിസ്റ്ററിൻ്റെത്. പിന്നെ 80 മുതൽ അങ്ങോട്ടേക്ക്, 79 മുതൽ അങ്ങോട്ടേക്കാണ് ഈ ഒരു പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗം വരുന്നത് എന്നുള്ള ചെറിയൊരു ഐഡിയ എങ്കിലും നിങ്ങൾ മൈൻഡിൽ ഉണ്ടാക്കി വെക്കണം. അതിന് ശേഷം നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 83 എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ കാലാവധി പറയുന്ന ആർട്ടിക്കിളാണ് കേട്ടോ. 83. അപ്പം കാലാവധി 83 83, 83. അപ്പം 3 എന്ന് പറയുന്നതിന് നമ്മൾ കാലാവധിയാണ് എന്ന് ഓർക്കാൻ വേണ്ടി ത്രികാലം എന്നൊക്കെ പറയുന്നില്ലേ, ത്രികാലജ്ഞാനി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പം ആ 83 ത്രികാലജ്ഞാനി, ത്രികാലം എന്നാലോചിക്കുക. കാലാവധി, പാർലമെൻറ്റിൻ്റെ കാലാവധി 83 ആണ്. 3 കാലം എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക. 80 ആണ് എന്നുള്ളത് ഓർക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 83 കാലാവധി, അതിൻ്റെ കൂടെ 89 കിട്ടിയാൽ അത് എത്രയാണ് നമ്പർ വെച്ചാൽ അത് നിയമസഭയുടെ കാലാവധിയാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷനാണ് 84 പറയുന്നത്. പാർലമെൻറ്റിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ, ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കൊക്കെ ഉള്ള ആളുകളുടെ ക്വാളിഫിക്കേഷൻ. ക്വാളി എന്നുള്ളത് കാലി എന്നാലോചിക്കുക. കാലി, കോലി. അപ്പോൾ കാലി എന്ന് പറഞ്ഞാൽ 4 കാലി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? 4 കാലി. അപ്പോൾ 4 കാലി, ക്വാളി എന്നാലോചിക്കുക. അപ്പോൾ 84ൻ്റെ കൂടെ 89 കൂട്ടി എത്രയാണോ കിട്ടുന്നത് അത് നിയമസഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. ഇനി അടുത്തത് പാർലമെൻറ്റിൻ്റെ സമ്മേളനം, സമ്മൺ ചെയ്യുക, പ്രൊറോഗ് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക, പിരിച്ചുകൂട്ടുക, വിളിച്ചുകൂട്ടുക, പിരിച്ചുവിടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് 5 ആണ് കേട്ടോ. 5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. പഞ്ചപുച്ഛടക്കി ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരാൾ വിളിച്ചാലും പിരിച്ചു വിട്ടാലും ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ പഞ്ചപുച്ഛടക്കി നിൽക്കുക അല്ലേ. അപ്പം
5നെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. വിളിക്കുക, പിരിച്ചുവിടുക, നീട്ടിവെക്കുക, മാറ്റിവെക്കുക, ഇതൊക്കെയാണ് പാർലമെന്റിന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ. ആർട്ടിക്കിൾ 85 ആണ് പറയുന്നത്. അത് 89 കൂട്ടി നോക്കിയിട്ട് എത്രയാണോ കിട്ടുക വെച്ചാൽ അത് നിയമസഭയിലേക്കുള്ളതായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് 87, 88. 87 പറയുന്നത് സ്പെഷ്യൽ അഡ്രസ് ഓഫ് പ്രസിഡന്റ്, പാർലമെന്റിലേക്കുള്ള സ്പെഷ്യൽ അഡ്രസ്, പ്രസിഡന്റിന്റെ സ്പെഷ്യൽ അഡ്രസ് പാർലമെന്റിലുള്ള. അപ്പൊ അത് 87 ആണ് പറയുന്നത്. 7 എന്ന് പറഞ്ഞാൽ 7 അല്ലേ? 7 സ്പെഷ്യൽ എന്നാലോചിക്കുക. സ്പെഷ്യൽ 7 സ്പെഷ്യൽ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ സ്പെഷ്യൽ അഡ്രസ് ഇവിടെ എന്തായിരിക്കും? 89 കൂട്ടി കിട്ടുന്നതിന്റെ ഗവർണറുടെ സ്പെഷ്യൽ അഡ്രസ് ആയിരിക്കും അല്ലേ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഗവർണറുടെ സ്പെഷ്യൽ അഡ്രസ് എത്രയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ആർട്ടിക്കിളും കൂടെ ഞാൻ എഴുതി തരാം കേട്ടോ. 172. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോട്ടോ. 173, 174, 176, 176 ഗവർണറുടെ സ്പെഷ്യൽ അഡ്രസ്സാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ. ഇനി മിനിസ്റ്റേഴ്സിൻ്റെയും അറ്റോർണി ജനറലിൻ്റെയും റൈറ്റിനെ കുറിച്ച് പറയുന്നത് 88ലാണ്. അഥവാ 88 റൈറ്റ്. ആരുടെ റൈറ്റ്? മിനിസ്റ്റേഴ്സിൻ്റെയും അറ്റോർണി ജനറലിൻ്റെയും റൈറ്റ് 88. അപ്പോൾ 88 പറയുന്ന റൈറ്റ്. ഇവിടെ 89 കൂട്ടിയാൽ എത്ര കിട്ടും? 177 കിട്ടും. അത് മിനിസ്റ്റേഴ്സിൻ്റെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും റൈറ്റിനെ കുറിച്ചാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ പറയുന്നത്. 177 നിയമസഭയിൽ. ഓക്കെ. അടുത്തത് എന്താ? 89 and 90. 89 പറയുന്നത് രാജ്യസഭ ചെയർമാനെ കുറിച്ചാണ്. മാൻ 9 ചെയർമാൻ 89. ഓക്കെ. ഇനി ഇവിടെ 89 കൂട്ടിയാൽ എത്ര കിട്ടുക? 178. അത് എന്തിനെ കുറിച്ചായിരിക്കും? നിയമസഭയിലെ സ്പീക്കറെ കുറിച്ച്. നിയമസഭ സ്പീക്കർ. ഇനി 90 ഏതാ പറയുന്നത്? ആർട്ടിക്കിൾ 90 പറയുന്നത് ഇവിടെ ഡെപ്യൂട്ടി ചെയർമാന്റെ രാജി റിമൂവലാണ്. ഇവിടെ ആരായിരിക്കും നിയമസഭയിൽ? ഡെപ്യൂട്ടി സ്പീക്കറുടെ രാജി റിമൂവലുമാണ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും കിട്ടിയോ? അപ്പൊ 89 കൂട്ടി കിട്ടുന്നതാണ് ഇതൊക്കെ. അപ്പൊ രൂപീകരണം 79, 168 അവിടെ രൂപീകരണം. കാലാവധി ത്രികാലം എന്നാലോചിക്കുക. 83. കാലി 84 നാൽക്കാലി. 85 വിളിച്ചു കൂട്ടുന്നതും പിരിച്ചു വിടുന്നതും ഒക്കെ ആലോചിക്കുക. 85. പിന്നെ സ്പെഷ്യൽ അഡ്രസ് 7 സ്പെഷ്യൽ ആലോചിക്കുക. 87. പിന്നെ റൈറ്റ് 88 ആലോചിക്കുക. അതേ ഇതിൽ അപ്പുറത്തുള്ളത് അഡ്വക്കേറ്റ് ജനറൽ ആണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ഇവിടെ അറ്റോർണി ജനറൽ, അത് ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് അല്ലേ. അതേ സമയത്ത് സംസ്ഥാനത്തുള്ളത് അഡ്വക്കേറ്റ് ജനറൽ. ഇനി ചെയർമാൻ ഇവിടെ സ്പീക്കർ, ഇവിടെ ഡെപ്യൂട്ടി ചെയർമാൻ, ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കർ സംസ്ഥാന നിയമസഭയിലേക്ക്. ഇനി കുറച്ച് ആർട്ടിക്കിളിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ നിങ്ങൾ ഇതൊന്ന് പഠിച്ച് സെറ്റാക്കി വെക്കുക. വളരെ കുറഞ്ഞ ആർട്ടിക്കിളുള്ളതും നിയമസഭയിലുള്ളതും നിങ്ങൾക്ക് കിട്ടും. ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ആർട്ടിക്കിളുമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. താങ്ക് യു.